നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. പ്രവാസി ഡിവിഡന്റ് പദ്ധതിക്കായി നിയമസഭയിൽ ബില്ല് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. പദ്ധതിയിൽ ചേരുന്നവർക്ക് ജീവിതാവസാനം വരെ മാസവരുമാനം ലഭിക്കുന്നതാണ്. പ്രവാസി ഡിവിഡന്റ് പദ്ധതി സംബന്ധിച്ച് ബിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് കിഫ്ബി വഴി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുന്നതാണ് പദ്ധതി. പ്രവാസികൾക്ക് ജീവിതാവസാനം വരെ മാസവരുമാനം ഉറപ്പാക്കുന്നു എന്നതാണ് പദ്ധതിയുടെ സവിശേഷത. 3 ലക്ഷം രൂപ മുതൽ 51 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങളാണ് പ്രവാസികളിൽ നിന്ന് സ്വീകരിക്കുക. ഇതിന് സർക്കാർ നിശ്ചയിക്കുന്ന ഏജൻസികൾക്ക് കൈമാറും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിനിയോഗിക്കും. കിഫ്ബിയാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച ഏജൻസി. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് കിഫ്ബിക്ക് കൈമാറും. കൈമാറ്റം ചെയ്യപ്പെടുന്ന തുകയ്ക്ക് കിഫ്ബി നൽകുന്ന തുകയും സർക്കാർ വിഹിതവും ചേർത്തുകൊണ്ടാണ് നിക്ഷേപകർക്ക് 10% പ്രതിമാസ ഡിവിഡന്റ് നൽകുന്നത്. ആദ്യ വർഷങ്ങളിലെ 10% നിരക്കിലുള്ള ഡിവിഡന്റാണ് 4-ാം വർഷം മുതൽ നിക്ഷേപകനും തുടർന്ന് പങ്കാളിക്കും ലഭ്യമാവുക. ജീവിത പങ്കാളിയുടെ കാലശേഷം നിക്ഷേപ തുകയും ആദ്യ 3 വർഷത്തെ ഡിവിഡന്റും അനന്തരാവകാശിക്ക് കൈമാറുന്നതോടെ പ്രതിമാസം ഡിവിഡന്റ് നൽകുന്നത് അവസാനിക്കും. പദ്ധതിയിലൂടെ നിക്ഷേപകനും സംസ്ഥാനത്തിനും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന് കമ്പനികൾ, സഹകരണ സംഘങ്ങൾ, സൊസൈറ്റികൾ മുതലായവ രൂപീകരിക്കാനും ഭേദഗതി വഴി സാധിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. നിക്ഷേപകനും സംസ്ഥാനത്തിനും ഒരുപോലെ ഗുണം ലഭിക്കുന്നതാണ് പ്രവാസികൾക്കായുള്ള ഡിവിഡന്റ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി നാടിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്നതോടൊപ്പം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ഊർജം പകരും. പ്രവാസികളുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക കേരള സഭയെ അഭിമാനത്തോടെയാണ് പ്രവാസികൾ കാണുന്നത്. പ്രവാസികൾ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ രാജ്യങ്ങൾ നിയമസഹായ സെല്ലുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിമാന നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കുന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇക്കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.